വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ നിങ്ങളെ അത്ഭുതങ്ങൾ കാണിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മീക 7:15 നീ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. കർത്താവ് തന്റെ മക്കൾക്ക് അത്ഭുതങ്ങൾ ചെയ്യും. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു എന്ന് ഇയ്യോബ് 9:10 അവന്റെ പേരിന്റെ അർത്ഥം അത്ഭുതമന്ത്രി എന്നാണെന്ന് യെശയ്യാവ് 9:6 കാണുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന കാലത്തെന്ന പോലെ അവൻ അത്ഭുതങ്ങൾ ചെയ്യും. മിസ്രയീമിൽ നിന്നുള്ള പലായനം നടന്ന ദിവസം എന്താണ് സംഭവിച്ചത്? ആട്ടിൻകുട്ടിയുടെ രക്തം തൂകപ്പെട്ട ഇസ്രായേൽ മക്കളുടെ വീടുകൾ സംരക്ഷിക്കപ്പെട്ടു. മിസ്രൈമ്യർക്ക് ആ സംരക്ഷണമില്ലായിരുന്നു. കർത്താവിന്റെ ദൂതൻ എല്ലാ മിസ്രൈമ്യരെയും അവരുടെ കന്നുകാലികളുടെ ആദ്യജാതന്മാരെയും അടിച്ചു. അന്ന് അവർ ഒരു വലിയ നാശം കണ്ടു. ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ടതിനു ശേഷം ചെങ്കടലിൽ അവരുടെ പുരോഗതിയെ തടഞ്ഞു. മിസ്രൈമ്യർ അവരെ പിന്തുടരുമ്പോൾ ഇസ്രായേൽ മക്കൾ എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം വിഷമിച്ചു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, കർത്താവ് ചെങ്കടലിനെ രണ്ടായി പിളർന്നു. അവൻ കടലിലൂടെ ഒരു വഴിയുണ്ടാക്കി. ഇസ്രായേൽ മക്കൾക്കായി ഒരു അത്ഭുതകരമായ പാത തുറന്നു. എന്നാൽ ഇസ്രായേൽ മക്കളെ അതേ പാതയിലൂടെ പിന്തുടരാൻ ശ്രമിച്ച മിസ്രൈമ്യ പട്ടാളക്കാർ അവരെ കടലിൽ അവൻ മുക്കിക്കളഞ്ഞു. ചെങ്കടലിലൂടെ കടന്നുപോയിട്ടും ദൈവം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം എണ്ണമറ്റ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. മേഘസ്തംഭം എല്ലാ ദിവസവും അവരെ നയിച്ചു. അഗ്നിസ്തംഭം രാത്രി അവരെ നയിച്ചു. എല്ലാ ദിവസവും രാവിലെ ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ സ്വർഗീയ മന്ന പെയ്തു. അവർ മാംസം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ധാരാളം കാടകൾ അവരുടെ പാളയത്തെ മൂടി. നമ്മുടെ സ്നേഹനിധിയായ കർത്താവ് മരുഭൂമിയിൽ പാറകളെ പിളർത്തി ആഴങ്ങൾ പോലെ അവർക്ക് സമൃദ്ധമായി പാനീയം നൽകി. ഇത് സങ്കീർത്തനം 78:15 നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളെ നയിക്കാൻ അതേ കർത്താവ് ഇന്ന് നിങ്ങളുടെ കൈ പിടിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അത്ഭുതം കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇന്നും അവന്റെ ശക്തി കുറഞ്ഞിട്ടില്ല, അവന്റെ കൈ കുറുകിയിട്ടുമില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് എബ്രായർ 13:8 പറയപ്പെടുന്നു. തീർച്ചയായും അവൻ നിങ്ങളെ അത്ഭുതകരമായി നയിക്കും. കർത്താവായ യേശു ചെയ്ത എണ്ണമറ്റ അത്ഭുതങ്ങളും അടയാളങ്ങളും നാം വായിക്കുന്നു. അവൻ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. 5000 പേർക്ക് 5 അപ്പവും 2 മീനും നൽകി. ഒരു മത്സ്യത്തെ പോലും പിടിക്കാൻ പാടുപെടുന്ന ശിഷ്യനെ അവൻ അനുഗ്രഹിച്ചു. ഒരു വലിയ മത്സ്യക്കൂട്ടത്തെ പിടിക്കാനായി സഹായിച്ചു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഞങ്ങളുടെ പിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമാണ്. ദൈവമക്കളെ, നിങ്ങൾക്കല്ലെങ്കിൽ അവൻ തന്റെ അത്ഭുതം ആർക്കാണ് നിർവഹിക്കുന്നത്? ഇന്നും അവൻ നിങ്ങൾക്കായി ഒരു അത്ഭുതം ചെയ്യും. അവന്റെ വലിയ അനുകമ്പയിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം പുറപ്പാട് 34:10 അതിന് അവൻ അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാനൊരു നിയമമുണ്ടാക്കുന്നു. ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനു മുൻപാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സെഖര്യാവ് 1, 2, 3, 4 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 18 അധ്യായം. ആമേൻ.